77 ആവർത്തിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആ നിലയിലേക്കാണ് ഇന്നത്തെ വോട്ടിങ്ങിൻ്റെ രീതി. പിന്നെ ഈ എന്തുകൊണ്ട് ഐക്യമുന്നണിക്ക് അനുകൂലമായി ഇങ്ങനൊരു വോട്ട് വന്നത് എന്ന് ചോദിച്ചാൽ, CPM പ്രവർത്തകർ തന്നെ അവരുടെ പാർട്ടിയുടെ ഇന്നത്തെ പോക്ക് നാശത്തിലേക്കാണുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ എല്ലാവർക്കും ബോധ്യപ്പെടുത്തുള്ളൂ. എന്നാൽ CPM ആ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ യാഥാർത്ഥ്യവുമായി അവർക്ക് ഇന്നൊരു ബന്ധവുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവകാശവാദങ്ങൾ എന്നുള്ളത്. പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുതൽ പയ്യന്നൂർ നടത്തുന്ന കാടത്തം. പശ്ചിമ ബംഗാളിൽ ഇതെങ്ങനെ ഒലിച്ചു പോകാനിടയായോ അതിൻ്റെ തനിയാവർത്തനമാണ്. ആ സാഹചര്യങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂർ അടക്കം നടത്തുന്ന കാടത്തം. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല. എനിക്കിപ്പോഴും പറയാനുള്ളത്, നിങ്ങളിവിടെ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല കേരളത്തിലുള്ള വലിയൊരു വിഭാഗം. പക്ഷേ ഇന്ന് CPMൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചുവരെഴുതാൻ ഇടം കൊടുത്തതിന് ചുവരിടിച്ചു കളയുന്ന സംഭവം കേരളത്തിൽ ആദ്യമായിട്ടല്ലേ. ഒരു ചുവര് ഇടിച്ചു കളയുക. മറ്റൊരു സഖാവിൻ്റെ വീട്ടിൽ രാത്രി കാറ് കത്തിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ തീരാൻ ഇടയുണ്ടാക്കിയത്. അതുകൊണ്ട് അവർ നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ജനം വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് അവരെ ഉറ്റുനോക്കുന്നത്. ഒരാൾക്കും ഇത് അളക്കാൻ സാധിക്കത്തില്ല. കാരണം ക്രോസ് വോട്ടിംഗ് നമ്മളെങ്ങനെ അറിയുന്നത്? നമുക്ക് LDFന് ഇത്ര വോട്ട്, UDFന് ഇത്ര വോട്ട്, നിഷ്പക്ഷർ ഇത്ര വോട്ട്, ഇങ്ങനെയല്ലേ നമ്മൾ കണക്കെടുത്തുകൊണ്ടിരുന്നത്. ഇന്നത് മാറി. ആ ചിത്രം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാക്ക് 77 ആവർത്തിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് പോളിംഗ് ബൂത്തിൽ ചെന്ന് അവരുടെ മനസ്സിലെ അമർഷം അവിടെ രേഖപ്പെടുത്തുന്ന CPMൻ്റെ എണ്ണം നമുക്ക് എടുക്കാൻ ഒക്കൂ. CPMനെ പിന്തുണച്ചവരുടെ എണ്ണം നമുക്ക് എടുക്കാൻ ഒക്കൂ. അവർ പുറത്തും പറയത്തില്ല, ഒരാളടുത്തും പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫലം വരുമ്പോഴേ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മടുത്തിട്ട് ഇറങ്ങി ഒരു ഭരണമാറ്റം എന്നുള്ള ഒറ്റ അജണ്ട. അവിടെ സ്ഥാനാർത്ഥിയെ ഒന്നും നോക്കിയിട്ടില്ല. സ്ഥാനാർത്ഥിയുടെ മികവോ അല്ലെങ്കിൽ കഴിവുകേടോ ഒന്നും അല്ല അവിടെ പരിശോധിക്കപ്പെട്ടത്. ഈ ഭരണം മാറണമെന്നുള്ള ഒറ്റ വികാരത്തിലാണ് ജനം വോട്ട് ചെയ്തത്. പിന്നെ SIRമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതാണ്. ഇങ്ങനെ മോശപ്പെട്ട നിലയിലേക്ക് എത്രയോ വോട്ടുകളാണ് പതിറ്റാണ്ടുകളായി വോട്ട് ചെയ്തവർ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. ഇവർ ശുദ്ധീകരിച്ച് നല്ല കൃത്യമായ ലിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അവിടെ നടത്തിയിരിക്കുന്ന വലിയ കൃത്രിമം അവിടെ നടന്നിട്ടുണ്ട്. 15-ാം തീയതിക്ക് ശേഷം 23-ാം തീയതി വരെ വോട്ട് ചേർക്കാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വോട്ട് പോലും ചേർത്തിട്ടില്ല. അതൊക്കെ മറ്റ് വിഷയങ്ങൾ. പക്ഷേ ജനം ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് ഭരണമാറ്റം എന്നുള്ള ഒറ്റ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് കേരള ജനത വോട്ട് ചെയ്തത്.